എന്താ ഈ ഗഹനമായിട്ട് ഇങ്ങനെ വായിക്കണത്? ഇല്ല, ഞാൻ ഈ രാവിലെ എണീറ്റാ പത്രത്തിലെ ക്ലാസിഫൈഡ്സ് ഒക്കെ ഒന്ന് നോക്കും. എന്തേലും ഒക്കെ നമുക്ക് നമ്മൾ തൂങ്ങാല്ലോ രാവിലെ. അതിപ്പോ ഇത് നോക്കിയില്ലെങ്കിലും ജയിമിലൊക്കെ തൂങ്ങും. വീടും സ്ഥലവും കുറഞ്ഞ വിലക്ക് വിൽപ്പനയ്ക്ക്. ഇതിനെന്നിട്ട് ഇജല്ലേ പറഞ്ഞപ്പോ ഒരു കച്ചവടം നടക്കണില്ലാന്ന്. ആ ഫോൺ നമ്പറിലോട്ടൊന്ന് വിളിച്ചാലേ നമ്മൾ തൂങ്ങാലോ. അവരുടെ വട്ടം ചുറ്റിക്കാലോ അല്ലേ? പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു. അല്ല, അപ്പോൾ വേറെ ആരെങ്കിലും പണയം വെച്ചാലും നമുക്ക് എടുക്കാൻ പൈസ തരുമോ? വേറെ വല്ലവരും പണയം വെച്ചതാ നമ്മളെടുത്ത് കൊടുക്കേ? അപ്പൊ ഇവർക്ക് എന്താ നേട്ടത്? പണയത്തിൽ അത് അങ്ങനല്ല. ഇപ്പൊ പണയം വെച്ചിട്ട് ഇപ്പൊ കുറച്ചും കൂടി കാശ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കും. നമ്മളാണെങ്കിൽ നമ്മുടെ സ്വർണ്ണമൊക്കെ പണയം വെക്കുകയും ചെയ്ത്. അപ്പൊ അത് ഒന്നും ഇങ്ങോട്ട് എടുത്ത് മറച്ച് വെക്കണമെങ്കിൽ നമ്മുടെ കായി ഇത് എടുക്കാൻ വേണ്ടേ? ആദ്യം പണയം വെച്ചത് ഇങ്ങോട്ട് എടുക്കാൻ കാശില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സഹായം തേടും. അപ്പൊ അവരത് ആദ്യം എടുക്കാനുള്ളത് കാശ് കൊടുക്കും. എന്നിട്ട് അത് എടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടി അതിനേക്കാൾ കൂടുതൽ കാശിന് വെക്കും. അപ്പൊ ഈ കാശ് കൊടുത്തവർക്ക് എന്താ നേട്ടം? അവരതിന്റെ കമ്മീഷൻ വാങ്ങും. അല്ലാണ്ട് എന്താ? അവരെ ഒന്നും കൂടി കടത്തിലാക്കാനുള്ള ആൾക്കാരാ അവര്. അതിന് വേറെ ഭാഷയാണ് എന്നിട്ട് സഹായിക്കുന്ന പറയണത്. ഒരു സംഭവം ഉണ്ടട്ടോ വരിക. ഈ നമ്മുടെ വാസൂട്ടി പണിക്ക് വിളിച്ച സമയമില്ല എന്ന് പറയണല്ലേ. എന്തോ സമയം കൂടുതൽ കിട്ടണ എന്തോ ഒരു ഗുളിക ഇറങ്ങിയിട്ടുണ്ട് സമയക്കുറവിന്. നമുക്ക് അത് അതിന്റെ നല്ലത്. വേറെ വല്ല വാർത്ത ഉണ്ടെങ്കിൽ വായിക്കുക. അല്ല, വാസൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പാ ഓനക്ക് സമയം ഉണ്ടാവുക ഇല്ലാതിരിക്കുക ചെയ്യട്ടെ. ഇവനിപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പണിക്ക് ഇരുത്തണ്ടേ? ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കണം പറഞ്ഞിട്ട്. വർക്ക്ഷോപ്പിന്റെ ഞാൻ ആ പോളിയേട്ടനെ പറഞ്ഞല്ല. ഈ പറഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞ അതിന്റെ അഡ്വാൻസിന്റെ കാര്യങ്ങൾ സംസാരിക്കാന്നല്ലേ? ഞാൻ ചെന്ന് സംസാരിച്ച് ഞാനൊരു 3-4 വട്ടം അവനോട് പറയുകയും ചെയ്ത് ഒരു 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. പിന്നെ മാസം ഒരു 13 രൂപ വെച്ചിട്ട് അയാൾക്ക് കൊടുത്തേച്ചാൽ മതി. കംപ്ലീറ്റ് നോക്കി നടത്തിക്കോന്ന് പറഞ്ഞ അയാൾക്ക് നേരമില്ല. അത് നല്ല നിലയിൽ നടക്കുന്ന വർക്ക്ഷോപ്പാണത്. ഒരുപാട് മരവും സംഭവമൊക്കെ അതിൽ കിടപ്പുണ്ട്. മാസവാടക എത്ര? മാസം ഒരു 15 ചോദിച്ചു. ഒരു 13 രൂപക്ക് ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ അവിടെ ഇരുന്നാ കിട്ടും. പിന്നെ ഹിന്ദിക്കാര് പിള്ളേരെ കിട്ടുമെന്ന് 2 പേരെ പണിക്കാരെ വെച്ച് ഇയാൾ മേൽനോട്ടം നടത്തിയാ പോരെ? പറഞ്ഞാക്കേണ്ട. ഞാൻ എത്ര വട്ടം പറഞ്ഞു. അവനെന്താ പറയാ, അവനിങ്ങനെ അലഞ്ഞ് ശീലിച്ചു പോയി. അവനെ എവിടെയെങ്കിലും ഒന്നും കൊണ്ട് ഇരുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ മറ്റത് കൂടും. അത് ഇത്തിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടുപോയിരുത്താൻ എന്തെങ്കിലും സർപ്പോ? അല്ല, അതെ ഈ എന്ത് പറഞ്ഞാലും ഈ തമാശയാണ്. ഇവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്കായിട്ട് ഇരുത്തി കഴിഞ്ഞാല് അതിട്ടിട്ട് അങ്ങോട്ട് കൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ. ബാധ്യത വരുത്തണം. ഇതിപ്പോ ഈ മാസം ഈ വാടക കൊടുക്കണം എന്നൊക്കെ അറിയുമ്പോഴേ ആ പണി നടന്നില്ലെങ്കിൽ പിന്നെ നമ്മള് രണ്ടാളും ഉണ്ടല്ലോ. അല്ല, വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ നല്ലതാണത്. നമുക്ക് 3 പേർക്കും ഒരു സ്ഥാപനമായി. എനിക്ക് പാർലറും ഉണ്ട്, പരികക്ക് തയ്യക്കടയുണ്ട്, ഇവന് വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു അന്തസ്സുമായി. ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? അത് മല്ലിക വന്ന് അതാണ്. പിന്നെ അതല്ല, ഓള് വന്നിട്ട് പറയല്ലേ ഓക്ക് ഞാൻ ആ എണ്ണന്റെ കാര്യം പറഞ്ഞു കൊടുത്തല്ല. അല്ല, കൂവളത്തലേന്റെ. ഓള് പറയണ അത് തേച്ചിട്ട് ഓളുടെ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടിയൊക്കെ വന്ന്. അതെ, ആ കൂവളത്തിലെ സൂപ്പറല്ലേ. അതിന്റെ ഇലയും തണ്ടും വേരും ഒക്കെ ഗംഭീര ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളെ അല്ല, ചില ഹംക്യങ്ങൾക്ക് ഇതൊന്നും തിരിച്ചറിയില്ലല്ലോ. അവർക്ക് ഈ ഐശ്വര്യ റായി തേക്കണ എണ്ണയൊക്കെ പറ്റുള്ളൂ അല്ലേ? ഈ 247 രൂപയുടെ എണ്ണയുടെ ഓണറെ കണ്ടിട്ടുണ്ടോ റസിയ? നാളൊരു ടിവിയിൽ അവാർഡ് നൈറ്റിന് പുള്ളി അവാർഡ് കൊടുക്കാൻ വന്ന് ഒരൊറ്റ മുടിയില്ല, പെട്ടത്തല്ലാണ് പുള്ളിക്ക്. അങ്ങനെ മുടി വളരാണെങ്കിൽ അയാൾക്ക് ഇച്ചിരി തേച്ചിട്ട് ഇച്ചിരി മുടി വളർത്തിക്കൂടെ? ആ ഹംക്കിന് ഈ കൂവളത്തിന്റെ അല്ലെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. വേണ്ട എന്റെ അയാൾ അത് വിറ്റ് കാശുണ്ടാക്കാൻ തുടങ്ങും. ഒരു ചായ കൂടി ചായ വേണ്ട, ചായ വേണ്ട. അല്ല, ഒരെണ്ണം കഴിക്കാതെ വേണ്ട, ഇപ്പൊ കുടിച്ചു. അല്ലടോ, അന്ന് ഇപ്പൊ റസിയ മറ്റേ ഒരു കൂവളത്തിന്റെ ഇലയുടെ എണ്ണ മറ്റേ മല്ലികക്ക് പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ മുടി കൊഴിച്ചിൽ നിന്നു എന്ന് പറഞ്ഞ്. അതെ, ഇപ്പൊ ചോറിൽ മുടിയില്ലല്ലോ. അതെല്ലേ? ശരിക്കും മുടി വളർന്നാ? മുടി വളർന്നോന്ന് എനിക്കറിയില്ല, പക്ഷെ നന്നായിട്ട് മുടി വളർന്നു. ഇപ്പൊ കൊഴിച്ചിലും ഇല്ലാന്നാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞത്. കൊഴിച്ചിൽ വന്നിട്ടുണ്ട് എന്തായാലും. അല്ലേ? നല്ല മരുന്നാ കേട്ടോ. അതാണ് കൂവളത്തിന്റെ അല്ല, അല്ലാണ്ട് 247 എണ്ണ അതല്ല. ഈ കണ്ണി കണ്ട മരുന്ന് ഇതൊന്നും വാങ്ങി തേക്കരുത്. അതായത് വേറൊന്നുമല്ല ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഇവളുടെ
ഇവളുടെ ഒരു കൂട്ടുകാരിയെ ആ എൻ്റെ ഒരു കൂട്ടുകാരി 247 ഉറുപ്പിയുടെ എണ്ണ ആഴ്ചയിൽ ഒരാഴ്ച നിൽക്കില്ല ഒരു കുപ്പി മേടിച്ചാല്. അതിങ്ങനെ വർഷങ്ങളായി ഇപ്പൊ തേച്ചോണ്ടിരിക്കണ്. യാതൊരു ഫലവും ഇല്ല. ഇപ്പോഴും കൊഴിഞ്ഞോണ്ടിരിക്കുക തന്നെയാണ് ഇത്ര അല്ലേ കൂട്ടുകാരിക്ക്. 10 കുപ്പി തേച്ചിട്ട് ഒരു ഫലമില്ല രസ്യ. അല്ല കൂട്ടുകാരിക്കേ 10 കുപ്പി തേച്ചിട്ട് ഒരു ഫലമില്ല അല്ലേ? ഫലം ഉണ്ടാവില്ലല്ലോ. അത് ഐശ്വര്യ റായിയുടെ മുടി മാത്രമേ വളരണുള്ളൂ. ഇതൊക്കെ പരിപാടി പാലക്കകത്തെ കാളിമണ്ണുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ പറയ് അല്ലേ? ആ ശരിക്കും നമ്മുടെ ഈ മുറ്റത്തും തൊടിയിലൊക്കെ ഉള്ള ഔഷധ ഗുണമുള്ള ഈ സസ്യങ്ങളുണ്ടല്ലോ ഇല്ലേ? ഇപ്പൊ എണ്ണ കാച്ചാനാണെങ്കിൽ കറുക, കുറുന്തോട്ടി, കഞ്ഞുണ്ണി, പിന്നെ പിന്നെ വേറൊരു ഇതൊക്കെ മറ്റേ ഇതില്ലേ എന്താണ് വേറെ അല്ലാതെ അലോവര എന്ന് പറയുന്നത് ഒരു സാധനം നമ്മുടെ നാട് കറ്റാർ വാഴ പിന്നെ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങോട്ട് പോരുമ്പോണ്ടെങ്കിൽ എന്തൊരു ഔഷധം അതെന്നറിയോ. പക്ഷെ എന്നാലും ആ 247 എത്ര അതിന്റെ വില? 247 എണ്ണയുടെ പരസ്യത്തിലേ അത് തേച്ചാ മുടി മുറ്റത്ത് കിടന്ന് അടിയൂന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവളുടെ മുടി മുറ്റത്ത് കിടന്ന് അടിക്കുമല്ലോ ഇവള് കിടക്കുമ്പോ. അത് കൊഴിഞ്ഞു പോയിട്ട് മുറ്റത്തിട്ട് അടിക്കണല്ലേ. ഇതിലൊക്കെ പൈസ ചെലവാക്കണവരൊക്കെ ഉണ്ടല്ലോ മന്ദബുദ്ധികൾ തന്നെ വിളിക്കണം അല്ലേ? അതൊന്ന് കേട്ട് പഠിച്ചു.